സോറി. കണ്ണുകൾ തുടച്ചിട്ട് അയാളെ നോക്കാതെ അവൾ കുനിഞ്ഞു പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ പ്രശ്നം? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീളത്തിനനുസരിച്ചുള്ള വണ്ണം, ഡ്രിം ചെയ്ത് വെച്ചിരിക്കുന്ന മീശയും താടിയും, മുടി കുറച്ച് മാത്രം എടുത്ത് പുറകിലേക്ക് വെച്ചിട്ട് ചെറിയൊരു ബണ്ണിട്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ക്യാപ്പ് തലയിൽ വെച്ചിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ ബനിയൻ അകത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ബ്ലാക്ക് ഹുഡി ഇട്ടിട്ടുണ്ട്. കണ്ടാൽ ഏത് പെണ്ണൊന്ന് വായി നോക്കുന്ന നല്ല സുന്ദരമായ നിഷ്കളങ്കത തീർത്ത വെളുത്ത മുഖം. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്താടോ പ്രശ്നം? അവൻ വീണ്ടും ചോദിച്ചു. അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവൻ ജസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവൻ നേഹയുടെ കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ ഒറ്റ തന്തയ്ക്കുണ്ടായവനാണെങ്കിൽ പറയടാ, നീ എന്തായി കുട്ടിയോട് പറഞ്ഞത്? അവൻ ജസ്റ്റിൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും ജസ്റ്റിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. ഡാ! ജസ്റ്റിൻ അവൻ്റെ ബനിയനിൽ പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ വിളിച്ചു. അവൻ ജസ്റ്റിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. അവൻ്റെ ആ പിടിയിൽ ജസ്റ്റിൻ്റെ കൈയുടെ എല്ല് പോലും പൊടിഞ്ഞു പോകുന്നതായിട്ട് അവന് തോന്നി. ആ! ജസ്റ്റിൻ അമറി വിളിച്ചതും അവൻ കൈവിട്ടിട്ട് അവനെ പുറകിലേക്ക് തള്ളി. ഇനി മേലാൽ പെമ്പിള്ളേരോട് അനാവശ്യം പറഞ്ഞ അവൻ കൈ ചൂണ്ടി ജസ്റ്റിൻ്റെ നേരെ ദേഷ്യത്തോടെ പറഞ്ഞു. ജസ്റ്റിൻ ദേഷ്യത്തോടെയും അമർഷത്തോടെയും അവനെ നോക്കി. പിന്നെ അവൻ്റെ അടുത്ത് നിൽക്കുന്നവളെ, ഡി, പുതിയവനെ കൊണ്ട് ഇറങ്ങിയേക്കുവാണോ നീ? നിനക്ക് എത്ര എണ്ണത്തെ വേണോടി? ജസ്റ്റിൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡാ, നിനക്ക് കിട്ടിയതൊന്നും പോരെ? അതും പറഞ്ഞ് അവൻ അവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും നേഹ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ട, പ്ലീസ്, എനിക്ക് വേണ്ടി വെറുതെ ഒരു വഴക്ക് വേണ്ട, അവൾ ദയനീയമായി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൻ കുറച്ച് ശാന്തനായി. എഴുന്നേറ്റ് പോടാ, അവൻ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും ജസ്റ്റിനെ നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു. നേഹയും അവൻ്റെ പുറകെ നടന്നു. എന്തായിരുന്നു പ്രശ്നമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. തന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അയാൾ എന്തൊക്കെയോ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ളവന്മാർ എന്തേലും പറഞ്ഞാൽ അപ്പം അടി പൊട്ടിച്ചോണം. കരഞ്ഞുകൊണ്ട് നിന്ന് അവന്മാർ വീണ്ടും അത് ആവർത്തിക്കും. അതൊക്കെ അങ്ങ് അമേരിക്കയിൽ ഒരു സ്ത്രീ ഇനി എങ്ങനെ ഡ്രസ്സ് ചെയ്താലും മറ്റൊരു രീതിയിൽ അവിടുത്തെ പുരുഷന്മാർ നോക്കില്ല. നേരെ മറിച്ച് കേരളത്തിലാണെങ്കിലോ ഒന്നും പറയണ്ട. കുഞ്ഞിനെ വരെ പീഡിപ്പിച്ചാൽ പോലും പറയും ഡ്രസ്സിങ് ആണെന്ന്. ബ്ലഡി! അവൻ്റെ നാവിൽ നിന്നും കേട്ട ചീത്ത കേട്ടതും അവൾ ഞെട്ടി കണ്ണും തള്ളി അവൻ്റെ മുഖത്തേക്ക് നോക്കി. സോറി, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ദേഷ്യം വരും. എനിക്ക് വേണ്ടപ്പെട്ട ആർക്കേലും ആണ് ഈ അവസ്ഥയെങ്കിൽ പിന്നെ പറയണ്ട, കൊന്നുകളയാൻ ഞാൻ എല്ലാത്തിനെയും. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ടാകും, നേഹ അവനെ നോക്കി പറഞ്ഞു. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ജോഹാൻ. അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി. നേഹ! അവൾ കൈകൾ അവൻ്റെ കൈകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. നേഹ! അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്നെ അവിടെ തിരക്കുന്നുണ്ടാവും, ഞാൻ പൊയ്ക്കോട്ടെ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. അവൾ അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് നോക്കി നിന്നു. നേഹ! അവൻ്റെ ചുണ്ടുകൾ വീണ്ടും മന്ത്രിച്ചു. എടി, നീ എത്ര നേരം എവിടെയായിരുന്നു? അവൾ അകത്തേക്ക് കയറിയതും ശ്രീയും ഡോണയും അവളെ നോക്കി ഇറങ്ങി വരികയായിരുന്നു. അകത്തേക്ക് കയറി വരുന്ന നേഹയെ കണ്ടതും ശ്രീ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. അത് കേട്ടതും നേഹ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ തോളിൽ നനവറിഞ്ഞപ്പോഴാണ് അവൾ കരയുകയാണെന്ന് ശ്രീക്ക് മനസ്സിലായത്. ശ്രീ ബലമായി അവളുടെ മുഖമുയർത്തി. എന്താ നേഹ? എന്തിനാ നീ കരയണ്ടേ? ശ്രീ അവളുടെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചതും നേഹ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ആ നാറ് ഇവിടെ ഉണ്ടോ? വാ, നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം. ശ്രീ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. വേണ്ട ശ്രീ, എന്തിനാ വെറുതെ ഒരു പ്രശ്നം? അന്നത്തെ പ്രശ്നം തന്നെ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ കൂടെ ഇനി വേണ്ട, അവൾ നിറകണ്ണുകളോടെ ശ്രീയെ നോക്കി പറഞ്ഞതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. എങ്കിലും നിന്നോട് ആ റേറ്റ് ചോദിച്ച അവനെ രണ്ട് പൊട്ടിക്കാതെ എനിക്കൊരു സമാധാനം വരുന്നില്ല, ശ്രീ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു. വേണ്ട ശ്രീ ചേച്ചി, വിട്ടേക്ക്. ആ ചേട്ട അവരിട്ട് കൊടുത്തില്ലേ, അവന് സമാധാനമായി കാണും, ഡോണയും അവളെ നോക്കി പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടനോട് ചേച്ചി താങ്ക്സ് പറഞ്ഞോ? അവൾ നേഹയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോഴാണ് നേഹ ആ കാര്യം ആലോചിക്കുന്നത് തന്നെ. അയ്യോ, ഞാനത് മറന്നു, ആ ടെൻഷൻ്റെ ഇടയിൽ ഞാനതങ്ങ് വിട്ടുപോയി, നേഹ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആ സാരമില്ല, ഈ നാട്ടിലുള്ളതല്ലേ, ഇനിയും കാണാൻ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, അപ്പോൾ താങ്ക്സ് പറയാം, ഡോണ ചിരിയോടെ പറഞ്ഞു. പുള്ളിക്കാരൻ ഈ നാട്ടിലല്ലെന്ന് തോന്നുന്നു, അമേരിക്കയിൽ സായിപ്പില്ലേ അതുപോലെ ഇരിക്കുക, നല്ല വെളുത്തിട്ട്. തന്നെയല്ല, അമേരിക്കയിലെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു. നേഹ എന്തോ ഓർത്തതുപോലെ അവരെ നോക്കി പറഞ്ഞു.
അപ്പോൾ അമേരിക്കയിൽ സെറ്റിലായ വല്ല മലയാളിയായിരിക്കും. അല്ല, ചേച്ചി ആ ചേട്ടൻ്റെ പേര് ചോദിച്ചോ? ഡോണ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പേര്? അയ്യോ, എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്കങ്ങോട്ട് ഓർമ്മ വരുന്നില്ല, മറന്നുപോയി, സോറി. അവൾ അവൻ്റെ പേര് ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ പേര് ഓർമ്മ വരുന്നില്ലായിരുന്നു. സാരമില്ല, എന്തായാലും ചേച്ചിയുടെ അലക്സ് അല്ലല്ലോ. ഡോണ പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ് നേഹ അത് ഓർത്തത്. അല്ല, അമേരിക്ക പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ഡോണ അത് കണ്ട് ചിരിയോടെ പറഞ്ഞു. ഏയ് അതല്ല, വേറൊരു പേരാ പറഞ്ഞത്. തന്നെയല്ല, അവന് ബ്രൗൺ കണ്ണുകളാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷേ ഇയാൾക്ക് ബ്ലാക്ക് കണ്ണുകൾ തന്നെയായിരുന്നു. നേഹ എന്തോ ഓർത്തതുപോലെ വീണ്ടും പറഞ്ഞു. അപ്പം അതൊന്നും ആയിരിക്കില്ല. ഡോണ പറഞ്ഞതും നേഹ തലയാട്ടി. അവർ സംസാരിക്കുമ്പോൾ ശ്രീ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എന്താ ശ്രീ ചേച്ചി നോക്കുന്നത്? അവൾ നോക്കുന്നത് കണ്ടതും ഡോണ സംശയത്തോടെ ചോദിച്ചു. ആ തെണ്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയതാ, ശ്രീ പറഞ്ഞു. അയാൾക്ക് ആ ചേട്ടൻ നല്ലത് കൊടുത്തില്ലേ? ചേച്ചി വാ, നമുക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാം. ഇപ്പം തന്നെ മമ്മി 2 തവണ വിളിച്ചു കഴിഞ്ഞു. ഡോണ പറഞ്ഞതും അവർ തലയാട്ടി. പിന്നെ ഡ്രസ്സ് വാങ്ങിയിട്ട് അവർ കാറിൽ കയറി. കാറിൽ കയറിയപ്പോഴും ഡ്രസ്സ് വാങ്ങാൻ പോയപ്പോഴൊക്കെ നേഹ അവനെ തിരഞ്ഞു. ഡോണ അത് പറഞ്ഞതുകൊണ്ട് നേഹയുടെ മനസ്സിലും അവനോടൊരു താങ്ക്സ് പറയേണ്ടതായിരുന്നുവെന്ന് തോന്നി. പക്ഷേ പിന്നെ അവനെ അവിടെ എങ്ങും കണ്ടില്ല. എന്നാൽ ശ്രീ നോക്കിയത് ജസ്റ്റിനെയായിരുന്നു. നേഹയോട് അവൻ അങ്ങനെ ചോദിച്ചത് ഓർക്കും തോറും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവർ കുറച്ച് നിമിഷങ്ങൾക്കകം വീട്ടിലെത്തിയിരുന്നു. അവർ ചെന്നപ്പോൾ തന്നെ പുറത്തൊരു ഷൂ കിടപ്പുണ്ടായിരുന്നു. ആരോ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നല്ലോ. ചാച്ചൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും. ഷൂ കണ്ടതും ഡോണ പറഞ്ഞുകൊണ്ട് ഡ്രസ്സിൻ്റെ കവറൊക്കെ ആയിട്ട് അകത്തേക്ക് കയറി. അവളുടെ പുറകെ നേഹയും ശ്രീയും അകത്തേക്ക് കയറിയിരുന്നു. അവർ അകത്തേക്ക് കയറിയതും ഡൈനിങ് ടേബിളിൽ തിരിഞ്ഞിരുന്ന് എന്തോ കഴിക്കുന്ന ഒരു പയ്യനെയാണ് കണ്ടത്. ഡോണ അത് കണ്ട് സംശയത്തോടെ അത് ആരാണെന്ന് നോക്കി. നീ എന്താ അവിടെ നിന്ന് സംശയത്തോടെ നോക്കുന്നത്? ഇത് ആരാണെന്ന് നോക്കിക്കേ. കള്ളത്തെമ്മാടി, ഒരു വാക്ക് പോലും പറയാതെ അമേരിക്കയിൽ നിന്നും വന്നതാ. അവളുടെ മമ്മി അവൻ്റെ തോളിൽ ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തിരിഞ്ഞ് അവളെ നോക്കി. ചാച്ചാ. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടി. നേഹയും ശ്രീയും പരസ്പരം നോക്കി. ശ്രീ, ഇയാളാ ജസ്റ്റിനോട് ഷോപ്പിൽ വെച്ചിട്ട്. നേഹ അവനെ കണ്ടതും ശ്രീയോട് പറഞ്ഞു. ചാച്ച, എന്താ ഞങ്ങളോടൊന്തോ ഒരു വാക്ക് പോലും പറയാതെ വന്നത്? ഡോണ പരിഭവത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു. നീ ഇപ്പോൾ സർപ്രൈസ് ആയില്ലേ? ആൻറ്റി ഞാൻ വന്ന് കയറിയപ്പോൾ സർപ്രൈസായി. ഇനി വൈകിട്ട് ചാച്ചന്മാർ വരുമ്പോൾ അവരും ഞെട്ടും. വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു വന്നതെങ്കിൽ ഈ ഞെട്ടലൊക്കെ എനിക്ക് കാണാൻ കഴിയോ? അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതില്ല. ചാച്ചനൊരു കാര്യം അറിഞ്ഞോ? ഡെന്നി ചാച്ചൻ്റെ വിവാഹം കഴിഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അറിഞ്ഞ് ആൻറ്റി വന്നപ്പോഴേ പറഞ്ഞത് അതാ. പക്ഷെ ആളിനെ കണ്ടില്ല. അവൻ ചിരിയോടെ തിരികെ മറുപടി പറഞ്ഞു. ശ്രീ ചേച്ചി, നേഹ ചേച്ചി, ഇങ്ങോട്ട് വന്നേ. അവൾ കൈയാട്ടി പുറകിൽ നിൽക്കുന്ന അവരെ വിളിച്ചതും അവർ തിരിഞ്ഞു നോക്കി. ശ്രീയോടൊപ്പം നടന്നു വരുന്ന നേഹയെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവരുടെ കണ്ണുകൾ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നേഹയും ശ്രീയും അവൻ്റെ അടുത്തേക്ക് ചെന്നു. ചാച്ച, ദേ ഇതാണ് ശ്രീ ചേച്ചി. ഡെന്നി ചാച്ച അടിച്ചുകൊണ്ട് വന്ന ചേച്ചി. ഡോണ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീ അവളെ കപട ദേഷ്യത്തോടെ നോക്കി. സോറി, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ശ്രീയും പുഞ്ചിരിച്ചു. അല്ല, അതാണല്ലോ കറക്റ്റ്. ചാച്ച അടിച്ചോണ്ട് വന്നതല്ലേ ചേട്ടത്തിയെ? എന്നാലും അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിലൊക്കെ ഒരു ഹീറോ ചെയ്യുന്നത് പോലെ അല്ലേടി? അവൻ ചിരിച്ചുകൊണ്ട് ഡോണയോട് ചോദിച്ചു. അല്ലെങ്കിലും എൻ്റെ ചാച്ച ഹീറോ തന്നെയാ അല്ലേ? ഡോണ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത ചേട്ടത്തി അല്ലേ? അവൻ ശ്രീയെ നോക്കി ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. കഥയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നമുക്ക് വഴിയെ കഥയൊക്കെ പറയാൻ ചേട്ടത്തി. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് ശ്രീയെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിയോടെ തലയാട്ടി. അല്ല, ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? ചേട്ടത്തിൻ്റെ വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ടാണോ ചേട്ടത്തിക്ക് ഇഷ്ടമില്ലാഞ്ഞത് കൊണ്ടാണോ നേരെ വിവാഹം നടത്താഞ്ഞത്? അവൻ സംശയത്തോട് ചോദിച്ചതും അവർ പരസ്പരം നോക്കി. അവന് ഡെന്നി അവളെ വിവാഹം ചെയ്തത് മാത്രമേ അറിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. നേഹയ്ക്ക് സംഭവിച്ചതും മറ്റും അവൻ അറിഞ്ഞിട്ടില്ലെന്നും അവർക്ക് മനസ്സിലായിരുന്നു. ഡോൺ അവളുടെ മമ്മിയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിയതും അവർ മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. ആ ചാച്ച, ഇത് നേഹ ചേച്ചി, ശ്രീ ചേച്ചിയുടെ ഫ്രണ്ടാണ്. കുട്ടിക്കാലം മുതലേ ഇവർ ഒന്നിച്ചായതുകൊണ്ട് ശ്രീ ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചേച്ചിയും കൂടെ കൊണ്ടുവന്നു. അവൾ അവരെ രണ്ടുപേരെയും അവന് പരിചയപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ നേഹ? അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും ഏതോ ലോകത്തായിരുന്നു അവൾ ഞെട്ടി. എന്താ? അവൾ ഞെട്ടി സംശയത്തോട് ചോദിച്ചു. അതെ, നമ്മളല്ലേ ഷോപ്പിൽ വെച്ച് പരിചയപ്പെട്ടതെന്ന്. അതിനു മുൻപ് എന്നെ മറന്നുപോയോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മറന്നില്ല എന്ന രീതിയിൽ അവനെ നോക്കി വീണ്ടും തലയാട്ടി. അപ്പോൾ ചാച്ചനായിരുന്നോ നേഹ ചേച്ചിയെ കളിയാക്കിയവനെ അടിച്ചത്? ഡോണ സംശയത്തോട് ചോദിച്ചു. അതെ, അത് നോം തന്നെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
കൊടുക്ക് കൈ. ഡോൺ അവന് നേരെ കൈ നീട്ടിയതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തെങ്കിലും നേഹ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ചേട്ടനെ കാണുമ്പോൾ കൊടുക്കണമെന്ന് കരുതിയതാ. പക്ഷേ അത് എൻ്റെ ചാച്ചൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവനും അവൾക്ക് നേരെ കൈ കൊടുത്തു. ചേച്ചി അപ്പോൾ പറയാതെ പോയത് ഇപ്പം പറഞ്ഞോ? ഡോണ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അതെന്താണെന്നുള്ള അർത്ഥത്തിൽ നേഹയെ നോക്കി. നേഹ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. താങ്ക്സ്, അപ്പോൾ പറയാൻ പറ്റിയില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു. എനിക്ക് അപ്പോൾ പറഞ്ഞത് മാത്രമേ തന്നോട് ഇപ്പോഴും പറയാനുള്ളൂ. ഒന്നിലും പേടിച്ച് പുറകോട്ട് പോകരുത്. ഫൈറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യണം കേട്ടോ. പറയേണ്ടത് പറയണം, കൊടുക്കേണ്ടത് കൊടുക്കണം. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അവന് വേണ്ടി ഒരു വാടിയ പുഞ്ചിരി നൽകി.